ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ. ഒരു പ്രാങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെയാണ്. ഷാനവാസ് എന്നുള്ള ഗംഭീരമായി ചെയ്തു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. അങ്ങനെ ഷാനവാസിനോട് ചോദിക്കുകയാണ്, ഈ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? അപ്പോൾ ഞാൻ അക്ബറിനെയാന്ന് പറയുന്നു. അങ്ങനെ അക്ബറുമായി കൂട്ടിച്ചേർന്നു അക്ബർ. പക്ഷേ ബാക്കിയുള്ളവരുടെ അടുത്ത് പ്രാങ്കാന്ന് പറയരുത്, പക്ഷേ എന്ത് ചെയ്യാം, മിഡ് വീക്ക് എവിക്ഷനാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബർ നെവിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും മിഡ് വീക്ക് എവിക്ഷനാണ്, അതിനെ തന്നെ പറയണമെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ ഇവർക്ക് കുറേ സംശയങ്ങളുണ്ട്, എന്തിനാ അതിനെ തന്നെ പറയുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പറയണ്ട, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കൺവിൻസായി. അങ്ങനെ അപ്പോൾ അക്ബർ ആര്യനെയും നെവിനെയും അതിനെ പറയാൻ വേണ്ടി ഒരുമിച്ചു വെച്ചു. ഷാനവാസ് സാപ്പുമോനെയും ലക്ഷ്മിനെയും പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞു, ഷാനവാസ് ഒരുപാട് ഫുഡ് നാളെ തരും, ഇവരെ നമുക്ക് എവിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലൊക്കെ ആവും പോവുക, അതുകൊണ്ട് ഇവരെ അതിനെ തന്നെ ഞാൻ പേര് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തെന്ന് പറയുന്നില്ല. പക്ഷേ ലക്ഷ്മി പറയുന്നത് ശരിയാണ്, അതിലൊരു ട്രിഗർ ചെയ്യുന്ന സ്വഭാവമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞ ഉജാല ടാസ്ക് തന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഇത് പ്രാങ്കൊന്നുമല്ലല്ലോ, സാബുമ്മ പറയുന്നത് ഒരു പ്രാങ്കായിട്ട് മണക്കുന്നല്ലോ എന്ന് പറയുന്നു. അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനോട് എല്ലാവരും നിരന്നിരിക്കുന്നു. അനീഷ് പറയുന്നു ആര്യനാണ്, ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് വോട്ട് കിട്ടും, അതാണ് അവൻ്റെ തള്ളിച്ച, അതവൻ പറയാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് വീക്കുകളിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഷാനവാസ് അതിനെ പറയുന്നു പ്രാങ്കാണ്, അതിനെ പറയുന്നു വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നു. പക്ഷേ അതിൽ ഭയങ്കര കാര്യമായിട്ട് വന്നു പറഞ്ഞു, ഷാനവാസാണ് നല്ല വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചു. ഒരു ഗാർഡിയനായിട്ട് സീരിയലൊക്കെ ആയിട്ട് കളിക്കുന്ന ഇവിടെ കിടന്നിട്ട് പുരുഷാധിപത്യമുള്ള ആളാണെന്ന് പറയുന്നു. നൂറ വന്നിട്ട് ഷാനവാസിനെ തന്നെ പറയുന്നു മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു ഉപദേശിച്ച ആൾ ഇയാളെ തന്നെ പോയിട്ട് അവരുടെ അടുത്ത് പോയി വർത്തമാനം പറയുന്നു. അനുമോൾ വന്നിട്ട് പറഞ്ഞു നെവിനാണ് എന്നെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളാണെന്ന് പറയുന്നുണ്ട്. അക്ബർ വന്നിട്ട് അതിനെ പറയുന്നു ഒറ്റപ്പെടുത്തുന്നു, അക്ബറിന് അറിയാലത് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ലക്ഷ്മി വന്നിട്ട് പറയുന്നു ഭയങ്കര പ്രൊവോക്കേഷനാണ്, അതുകൊണ്ട് അതിലെ തന്നെയാണെന്ന് പറയുന്നു. സാബുമാൻ പറയുന്നു ടീമായി കളിക്കുന്നു എന്ന് പറയുന്നു. നെവിൻ ഇൻഡിവിജ്വലായി കളിക്കുന്നില്ല, അനുമോളുടെ പിന്താങ്ങിയായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. ആരും പറയുന്നു ഗ്രൂപ്പ് കളിയാണ്, പക്ഷെ ആരും മനസ്സിലാവും, ആരും കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അവസാനം. അങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ ലാസ്റ്റ് അതിലിറങ്ങി പോകുമ്പോൾ മെയിൻ ഡോർ തുറന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഷാനവാസിനെ കാണണ്ട, ഷാനവാസിനെ കൈ കൊടുക്കാൻ പോകുന്നു. ഷാനവാസ് സമ്മതിക്കാണ്ട് തട്ടി മാറ്റുന്നു. അപ്പോൾ പറയുന്നു ഇനി ഇയാളെ എനിക്ക് കാണണ്ട, ഇയാളെൻ്റെ ഫ്രെയിമിൽ വരരുത്, എനിക്ക് ഫോട്ടോ എടുക്കണം, എല്ലാവരും വായ കുറേ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അകത്തേക്ക് എന്നെ കയറുക, ഇതൊരു പ്രാങ്കാണ് ഷാനവാസ് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഷാനവാസിനെ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നു, ഭയങ്കര ഒരു സീനാണ്. ഇവർ അപ്പുറത്തും ബാക്കിലും ഫ്രണ്ടിലും നിന്ന് ബാക്കിൽ നിന്നിട്ടൊരു ഉമ്മും ഫ്രണ്ടിൽ നിന്ന് നൂറയും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് നൂറ പറയുന്നത് ശരിക്കുള്ള കാര്യമായിരുന്നെങ്കിൽ നിങ്ങളുടെ മീശൊക്കെ കൊത്തി വലിച്ച് പറിച്ചനെ താടിക്കുകയും വലിച്ച് കളഞ്ഞേനെ, എനിക്ക് അത്ര ദേഷ്യം നിങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലോട് പറയുന്നുണ്ട് നീ ഒരു പൊടിക്ക് അടങ്ങ്, നിൻ്റെ സ്വഭാവം ഒരു പൊടിക്ക് അടങ്ങ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നെവിൻ ഒരു പാട്ട് പാടുന്നുണ്ട്, വെണ്ണീലാ കൊമ്പിലെ പാടി എന്നും ഏട്ടൻ്റെ ശിങ്കാരി, ആ പാട്ടും മടി ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കുന്ന പോലെ നെവിൻ പോകുന്നുണ്ട്. ആ സീന് എൻ്റെ പൊന്നോ, ഈ 75 എപ്പിസോഡ് കണ്ടതിൽ ഏറ്റവും നല്ല സീന്. ഷാനവാസിനോട് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയൊരു നിമിഷമായിരുന്നു അത്. അത്രയും ആ മനുഷ്യൻ്റെ മുഖത്തറിയാം ഇവരത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അത്രയും അയാളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അയാൾ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്ന പെങ്ങന്മാരാണ്. അവരിത്രയും ബുദ്ധിമുട്ടിച്ച് ഇയാളെ മുഖത്തൊക്കെ പുരുഷാധിപത്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കി ആര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളങ്ങനെ ബാക്കി ആരും ഗവനിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം വീണ്ടും അവർ ഒന്നിച്ചിട്ടുണ്ട്. ഈ സ്നേഹം ഇനിയും തുടർന്ന് കൊണ്ടുപോകുന്നറിയില്ല. അതിലൊക്കെ കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകാന്ന് പറഞ്ഞപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ ഓരോരുത്തരുടെ ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട് മൊത്തമായിട്ടാണ് മാറിപ്പോയി, വീടില്ല എൻ്റെ മനസ്സിൽ, നിങ്ങളുടെ ഫേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ടെൻഷൻ അടിച്ചു. നൂറനെ ഇട്ട് പോവുകയാണ് പെട്ടെന്നൊരൊറ്റ സുപ്രഭാതത്തിലല്ലേ, അങ്ങനെ ഒരു ടെൻഷനാണ് അതിലൂടെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, thank you.